ഉണ്ണിയോടൊപ്പം ഉണ്ണിയോടൊപ്പം. യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസിനൊരുക്കമായ 25 നോമ്പിൻ്റെ 19ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉണ്ണിയോടൊപ്പം എന്ന ഈ യൂട്യൂബ് ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ വലിയ അനുഗ്രഹങ്ങൾ ഈ നോമ്പിൻ്റെ ഈ ദിനം ഞങ്ങൾക്ക് തരണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസം നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനമാണ്. തിരുവചനം ഇപ്രകാരം പറയുകയാണ്: തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ഇടയന്മാർ ദൈവദൂതന്മാർ അറിയിച്ചതനുസരിച്ച് പുൽക്കൂട്ടി പറഞ്ഞ ഉണ്ണീശോയെ കാണാൻ വേണ്ടി വരികയാണ്. ദൈവദിനം ഇപ്രകാരമാണ് പറയുക: ദൈവദൂതൻ്റെ അരുളപ്പാട് കേട്ട് ഇടയന്മാർ വന്ന് പുൽത്തൊട്ടി കിടക്കുന്ന ഉണ്ണീശോയെ കാണുകയാണ്. തിരുവചനം പറയുന്നു, തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി. ഇടയന്മാരുടെ ശൈലി ഈ നോമ്പിൻ്റെ 19ാം ദിവസം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അവരെക്കുറിച്ച് തിരുവചനം പറയുക: അവർ ദൈവത്തെ എന്താണ് ചെയ്യുക? അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി, അവർ ദൈവത്തെ സ്തുതിച്ചു. സൃഷ്ടികളായ നമ്മുടെ ദൗത്യം എന്ന് പറയുക, ഈ നിൽക്കുന്ന എൻ്റെ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുക, ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടവരാണ്. ഇടയന്മാർ കാണിച്ചു തന്നത് ആ വലിയ മാതൃകയാണ്. ഇടയന്മാർ ദൈവത്തെ സ്തുതിക്കുകയാണ്, ഇടയന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവത്തെ ഇടയന്മാർ സ്തുതിച്ചതുപോലെ, ഇടയന്മാർ ദൈവത്തിന് മഹത്വം നൽകിയതുപോലെ, നമ്മുടെ വ്യക്തിപരമായ ജീവിത മേഖലയിൽ എനിക്ക് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവം നൽകുന്ന അനേകം അനുഗ്രഹങ്ങളുണ്ട്, ദൈവം നൽകുന്ന അനേകം കൃപകളുണ്ട്, ദൈവം നൽകുന്ന അനേകം സൗഖ്യങ്ങളുണ്ട്. ഈ ദൈവം നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വിമുഖത കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ നോമ്പിൻ്റെ 19ാം ദിവസം ഈ നിയമം വെച്ച് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, പുൽക്കൂട്ടി പിറക്കുന്ന ഉണ്ണീശോയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ, പ്രിയപ്പെട്ടവർ കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ദിവ്യകാരണ ആരാധനയിൽ ഈ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. തിരുമുസ്ലിമിനായ ഈശോയെ, നോമ്പിൻ്റെ 19ാം ദിവസം ഈ ദൈവിക ആരാധനയെ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇടയന്മാർ അങ്ങയെ കണ്ട് മഹത്വപ്പെടുത്തിയതുപോലെ, ഇടയന്മാർ അങ്ങയെ സ്തുതിച്ചതുപോലെ ഈ ജീവിതകാലം മുഴുവനും ദൈവമേ അങ്ങേക്ക് മഹത്വം നൽകുന്ന, അങ്ങേക്ക് മാത്രം മഹത്വം നൽകുന്ന, അങ്ങയെ മാത്രം സ്തുതിക്കുന്ന, അങ്ങയെ മാത്രം ആരാധിക്കുന്ന ഒരു മകൻ മകളായി ഞങ്ങളെ മാറ്റണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയാണ്. ഇല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയായി മാറുമെന്ന തീരുമാനം നമുക്ക് ഈ സമയം എടുക്കാം. ഈ വലിയ കൃപകൾ ഈ സമയം ദൈവം നമ്മുടെ ജീവിതത്തിൽ വർഷിക്കാൻ വേണ്ടി സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, കരങ്ങൾ കൂപ്പി പിടിച്ചോ യേശുവേ യേശുവേ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കുന്ന സമയം. യേശുവേ 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 ആരാധന ആരാധന യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ 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 ആരാധന ആരാധന
ഈ സമയം നമ്മൾ യേശു തരുന്ന സുവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. കൂപ്പുകാരങ്ങളോടെ സാധിക്കുന്നതിന് മുട്ടുകുത്തി യേശു തരുന്ന സുവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.